നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നയിക്കുന്ന LDF ഇരിങ്ങാലക്കുട നിയോജക മണ്ഡല വികസന മുന്നേറ്റ ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. കരുവന്നൂരിൽ നിന്നും ആരംഭിച്ച ജാഥ മുരിയാട്, കടുപ്പശ്ശേരി, പുല്ലൂർ, നെറ്റിയാട്, വളവനങ്ങാടി, എടതിരിഞ്ഞി, ഢാണ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം അയ്യങ്കാളി സ്ക്വയറിൽ സമാപിച്ചു. സമാപന സമ്മേളനം LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, വൈസ് ക്യാപ്റ്റൻ NK ഉദയപ്രകാശ്, മാനേജർ ഉല്ലാസ് കളക്കാട്, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KR വിജയ, RL ശ്രീലാൽ, ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, KK ശിവൻ എന്നിവർ പ്രസംഗിച്ചു. അടിത്തട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക്, സമൂഹത്തിലെ ഏറ്റവും ദയനീയരായ മനുഷ്യർക്ക്, ഏറ്റവും അധികം സങ്കടങ്ങളും വേദനകളും ഏറ്റുവാങ്ങുന്ന മനുഷ്യർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ടാണ് സർവതല സ്പർശിയായിട്ടുള്ള വികസന വേലിയേറ്റം തന്നെ കാഴ്ചവെക്കാൻ ഈ സർക്കാരിന് സാധിച്ചത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത അവസരങ്ങൾ എന്ന ഇടതുപക്ഷ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാട്ടിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർക്കുള്ള അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് റോഡുകളും തോടുകളും പാലങ്ങളും ഓവർ ബ്രിഡ്ജുകളും സ്കൂൾ കെട്ടിടങ്ങളും പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ കെട്ടിട സംവിധാനങ്ങളും എല്ലാം തന്നെ ഈ കാലയളവിൽ ലോകോത്തര നിലവാരത്തിൽ തന്നെ പണി കഴിപ്പിക്കാൻ സർക്കാരിന് സാധ്യമായത്. ആ ഗവൺമെന്റിന്റെ നന്മ നിറഞ്ഞ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുവാൻ കൂടിയാണ് ഈ ജാഥ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുവിൽ സംസ്ഥാനത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഗംഭീരമായ തുടർച്ച തന്നെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 50 വർഷക്കാലത്തിലേറെയായി നാം മുന്നോട്ട് വച്ചുകൊണ്ടിരിക്കുന്ന ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം. ലോലപ്പൻ നമ്പാടം മാഷ് ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിരുന്ന കാലം മുതൽ ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ കൊണ്ടു നടക്കുന്ന വികസന സ്വപ്നം പ്രയോഗത്തിൽ കൊണ്ടുവരാനും പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാനുമായത് ഈ സർക്കാരിന്റെ കാലത്താണ് എന്ന അഭിമാനം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഇരിങ്ങാലക്കുട ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 1 ഞായറാഴ്ച പൊറത്തുശ്ശേരി കണ്ടാരന്തറ മൈതാനിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ശിവദാസ് പള്ളിപ്പാട്ട്, രാജേഷ് കടുങ്ങാടൻ, V സായിറാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 ചേരുന്ന സമ്മേളനത്തിൽ അമരിപ്പാടം നാരായണാശ്രമത്തിലെ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. SNBS സമാജം പ്രസിഡന്റ് കിഷോർ കുമാർ നടുവളപ്പിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഉത്തര കേരള പ്രാന്ത ശാരീരിക് പ്രമുഖ് O രാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തും. പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലും ജനുവരി 25 മുതൽ മാർച്ച് 8 വരെയുള്ള സമയങ്ങളിൽ വിവിധ ഹൈന്ദവ സംഘടനകളെയും ആധ്യാത്മിക, ധാർമ്മിക, സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും ക്ഷേത്ര സമിതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ 2026 മാർച്ച് മാസം 1-ാം തീയതി പൊറത്തുശ്ശേരി കണ്ടാരന്തറ മൈതാനിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തുകയാണ്. ഇപ്പോൾ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിലെ ചെയർമാനായിട്ടുള്ള ശ്രീ കിഷോർ കുമാർ നടുവളപ്പിലാണ്. അമരിപ്പാടം നാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നുണ്ടാവും. രാഷ്ട്രീയ സ്വയംസേവക സംഘം
ഉത്തര പ്രാന്ത ശാരീരിക് ശിക്ഷൺ പ്രമുഖർ ശ്രീ ഒ രാകേഷ് അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. SNDP യൂണിയൻ വനിതാ സമാജം സെക്രട്ടറി സജിത നിൽകുമാർ, അതുപോലെ വിവിധങ്ങളായ മൺപാത്ര നിർമ്മാണ സമുദായം, NSS, യോഗക്ഷേമ സഭ, ബ്രാഹ്മണ സഭ. ഏഴാമത് ഇരിങ്ങാലക്കുട രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി ഏർപ്പെടുത്തിയ മോഹൻ സ്മാരക പുരസ്കാരം മോഹം ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ റസാഖിന് പ്രവാസി വ്യവസായി തോട്ടാപ്പള്ളി വേണുഗോപാലൻ സമർപ്പിച്ചു. 25,000 രൂപയും മൊമന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് അരീക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടവേള ബാബു മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രചനാ മത്സര വിജയികൾക്ക് മാ കെയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് ആശംസ റാണി വേലക്കാട് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചന്ദ്രിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ CK രവി, അനുപമ മോഹൻ, ഉപേന്ദർ മോഹൻ, മാസ് മൂവീസ് മാനേജ്മെന്റ് പ്രതിനിധി MP പോൾസൺ, സൊസൈറ്റി രക്ഷാധികാരി PK ഭരതൻ മാസ്റ്റർ, സെക്രട്ടറി നവീൻ ഭഗീരഥൻ, ട്രഷറർ രാജീവ് മുല്ലപ്പള്ളി, നിർവാഹക സമിതി അംഗം MR സനോജ് എന്നിവർ പ്രസംഗിച്ചു. ചാവു കല്യാണം ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു B ബീന, നടന്മാരായ നിതീഷ് ഭാസ്കർ, അഭിമൽ ദിനേഷ്, അജയ് രാജ് എന്നിവരെ ആദരിച്ചു. മോഹൻ സാറും ഞാനും തമ്മിലൊരു ബന്ധം തീർച്ചയായിട്ടും ഒരു ഗുരു ശിഷ്യ ബന്ധം തന്നെയാണ്. നമ്മൾ പണ്ടൊക്കെ ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും തമ്മിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ മോഹൻ സാറ് വന്നാൽ ഞാൻ എന്താണെന്നറിയില്ല, ഏത് സ്ഥലത്താണെങ്കിലും ഞാൻ എഴുന്നേറ്റ് പോകും. അങ്ങനെയാണ് പുള്ളിയുടെ ട്രെയിനിങ്. ഞാൻ വളരെ വിജയകരമായിട്ട് സിനിമയിൽ വന്ന ആളാണ്. എൻ്റെ ചില കുസൃതികളും കുറച്ച് എന്താ പറയുക തെമ്മാടിത്തരങ്ങൾ കൊണ്ട് ഇരിങ്ങാലക്കുടയിൽ നടന്ന ഒരാളെ, ഇന്നസെൻ്റ് ഏട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ശ്രദ്ധിക്കുകയും എൻ്റെ മാതാവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള കുറേ പേര്, അമ്മ പഠിപ്പിച്ച കുറേ കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ പെങ്ങളും പഠിച്ചിട്ടുണ്ട്, മോഹൻ സാറിൻ്റെ പെങ്ങളൊക്കെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നസെൻ്റ് ഏട്ടൻ എവിടെയോ വെച്ച് എന്നെ ശ്രദ്ധിക്കുകയും ഇടവേള എന്ന ചിത്രത്തിൽ അവർ ഏകദേശം എനിക്കൊന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഇന്നത്തെ തലമുറ പറഞ്ഞാൽ പ്രേമം എന്നൊക്കെ പറയാം. കാരണം അന്നത്തെ മലയാളത്തിൽ ലെജൻസ് എല്ലാവരും ചേർന്നുകൊണ്ട്, കാരണം മോഹൻ സാറ് ഡയറക്ഷൻ, പത്മരാജൻ സാറ് സ്ക്രിപ്റ്റ്, കഥാതിരക്ക സംഭാഷണം പത്മരാജൻ സാറായിരുന്നു, യു രാജഗോപാൽ ക്യാമറ, MP ശ്രീനിവാസൻ എഡിറ്റർ, PN മനോജ്. മൂന്നാം സ്ഥാനം ലഭിച്ച ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം ഹെൽത്തി കേരള ക്യാമ്പയിൻ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പള്ളി, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA പോൾ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ്ണു VP, ഡോക്ടർ സോന KB എന്നിവർ പ്രസംഗിച്ചു. മാനസിക പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ജീവിതവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ആധുനിക കാലത്ത് മനുഷ്യരുടെ മേലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ശാരീരികവും മാനസികവുമായ സ്വാസ്ഥ്യം വീണ്ടെടുത്തുകൊണ്ട് ജീവിതം ആനന്ദകരമാക്കാൻ കേരളത്തിലെ മുഴുവൻ ആളുകളെയും സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. നാഷണൽ ആയുഷ് മിഷനും സംസ്ഥാന ആയുഷ് വകുപ്പും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവിതശൈലി രോഗങ്ങൾ കാര്യമായ രീതിയിൽ സമൂഹത്തിൽ പടർന്നു പിടിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഷുഗറും പ്രഷറും ഇല്ലാത്തവരായിട്ടൊന്നും ആരുമില്ല എന്ന അവസ്ഥയാണ്. എല്ലാവരും ഒന്നുകിൽ പ്രമേഹത്തിന്റെയോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിന്റെയോ ഇരകളാണ്.
ആധുനിക ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജീവിതശൈലി പ്രശ്നങ്ങൾ ഉൾപ്പെടെ മാറ്റി തീർക്കാൻ കഴിയുന്ന വിധത്തിൽ ചിട്ടയാർന്ന ഒരു ജീവിതം നയിക്കുന്നതിനും സ്വാസ്ഥ്യം നിറഞ്ഞ മനോനില ഉറപ്പാക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വ്യായാമം, ശരിയായ ഭക്ഷണ രീതി, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച് കൃത്യതയോടെ മനസ്സിലാക്കി പ്രതിരോധിക്കുക. സെക്കൻഡ് സായിറ രീതിയിൽ തന്നെ എല്ലാ കുട്ടികളും സായിറ മുഹമ്മദ് അർഷി. അടുത്തത് അവിട്ട ഇ അജി. ഇരിങ്ങാലക്കുട നഗരസഭയുടെയും പൊറത്തുശ്ശേരി കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുംഭ വിത്ത് മേള നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ അഖിൽ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് അനിത നന്ദിയും പറഞ്ഞു. കൃഷിയിൽ നമുക്ക് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും അത് നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിലായാലും നമ്മുടെ അയൽപ്പക്കത്തായാലും മറ്റുള്ള സ്ഥാപനങ്ങളായാലും കൊടുത്തുകൊണ്ട് വിഷരഹിതമായ ഒരു പച്ചക്കറി ഉൽപ്പാദന മേഖലയിലേക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ കേരളക്കരയും ഒക്കെ മാറി വരണ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഞാൻ പറഞ്ഞത് കൃഷിയിൽ ഒരു കാലത്തൊക്കെ നമ്മൾ കേരളം കൃഷിയിൽ മാത്രം ആശ്രയിച്ചിരുന്നൊരു സംസ്ഥാനമായിരുന്നു. അതിന് വിഭിന്നമായിട്ട് ഒരു സമയത്ത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ മാത്രമായി തമിഴ്നാടായാലും കർണാടക ആയാലും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഇവിടേക്കുള്ള എല്ലാവിധ പച്ചക്കറികളും അവിടെ നിന്ന് പറയുന്നൊരു ചിന്താഗതി ഉണ്ടായി. നമ്മുടെ നെല്ല് ഉൾപ്പെടുന്ന കേരള നാട് എന്ന് പറയുമ്പോൾ നെല്ലിൻ്റെ പ്രദൂസിയായ ഈ കേരളത്തിൽ നെല്ല് പോലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ കർഷകർ മാറി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് വ്യത്യാസം വന്നു. ഗവൺമെൻറ് തലത്തിലായാലും മുനിസിപ്പൽ തലത്തിലായാലും ഒക്കെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കൃഷിയുടെ ആവശ്യകത നമ്മുടെ വരുന്ന തലമുറയുടെ ആരോഗ്യം നിലനിൽക്കാൻ, അതായത് ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ, കിഡ്നി രോഗങ്ങളായാലൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഈ വിഷരഹിതം അല്ലാത്ത വിഷം കലർന്ന പച്ചക്കറികളും അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങളും കഴിച്ചുകൊണ്ടാവാം എന്നുള്ള പഠനം ഒരുപക്ഷെ നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിന് ഫലമായിട്ട് നമ്മളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ വ്യവസായ അടിസ്ഥാനം എന്ന് പറയാം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.